എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 10 ശ്ലോകം 24, 25, 26, 27, 28, 29, 30 7 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഉദ്ധവ ഉപദേശം തുടരുന്നു. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 24. സ്വപുണ്യോപചിതേ ശുഭ്രേ വിമാന ഉപഗീയത്തെ ഗന്ധർവൈ വിഹരൻ മധ്യേ ദേവീനാം ഹൃദ്യവേഷധൃക്. തന്റെ പുണ്യത്താൽ സമ്പാദിക്കപ്പെട്ട മനോഹര വിമാനത്തിൽ ദേവസ്ത്രീകൾ മോഹിക്കത്തക്ക സുന്ദരവേഷം ധരിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ 4 ഭാഗത്തും ഗന്ധർവന്മാര് നിന്ന് സ്തോത്രം ചെയ്യും. സ്വർഗത്തിൽ പോയാലത്തെ കാര്യം പറയാം. സ്ത്രീഭി കാമഗയാനേന കിങ്കിണീ ജാലമാലിന ക്രീഡൻ ന വേദാത്മവാദം സുരാ ക്രീഡേഷു നിർവൃത. ഇരിക്കുന്ന വിമാനം മണികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കും. വിചാരിച്ച സ്ഥലത്ത് വിചാരമാത്രത്തിൽ എത്തും. വിചാരിച്ചാൽ മതി മനസ്സുകൊണ്ട്, റിമോട്ട് ഒന്നും വേണ്ട. ദേവസ്ത്രീകളോട് ചേർന്ന് പൂങ്കാവുകളിൽ സഞ്ചരിച്ച് കളിക്കും. ഇങ്ങനെ ഓരോന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള സുഖത്തിൽ മുങ്ങിയിരിക്കുന്നതിനാൽ ഈ സ്ഥാനത്ത് നിന്ന് വീഴണത് അറിയണില്ല. താവൽ പ്രമോദതേ സ്വർഗേ യാവത് പുണ്യം സമാപ്യതേ ക്ഷീണ പുണ്യ പദത്യർവാഗ് അനിച്ഛൻ കാലചാലിത. പുണ്യകർമ്മത്തിന്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ പുണ്യം ഇങ്ങനെ ക്ഷയിച്ചുകൊണ്ട് വരികയാണ്. തിരിയില് തീ കത്തിക്കൊണ്ടിരിക്കുമ്പോ എണ്ണ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് പോലെ പുണ്യവും എപ്പോൾ ക്ഷയിക്കുന്നുവോ അപ്പോ ആ സ്ഥാനം വിട്ടുപോവാൻ ഇച്ഛ തനിക്കില്ലെങ്കിലും നിയന്താവായ കാലം പിന്നെ അവനെ അവിടെ ഇരിക്കാൻ സമ്മതിക്കാതെ പുറത്തേക്കാക്കുന്നു. അപ്പോ ആ സ്ഥാനത്ത് നിന്ന് കീഴ്പോട്ട് വീഴുന്നു. ഇങ്ങനെയാണ് സ്വർഗലോകത്തിൽ നിന്നും പതിക്കേണ്ടതായി വരുന്നത്. അപ്പോ സ്വർഗസുഖവും നാശഭീതിയോടുകൂടിയത് തന്നെ. യദ്യധർമ്മരഥസംഗാത് അസതാം വാജിതേന്ദ്രിയ കാമാത്മാ കൃപണോ ലുബ്ധ ത്രൈണോ ഭൂതവിഹിംസക. വിധിപ്രകാരമുള്ള യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്കുള്ള ഫലം വിവരിച്ച ശേഷം അധർമ്മികളായി നിഷിദ്ധ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരായാൽ അവർക്കുള്ള അവസ്ഥയും വിവരിക്കണം. പിന്നെ ദുർജനങ്ങളോട് ചേർന്ന് അധർമ്മത്തിൽ താല്പര്യവും ഇന്ദ്രിയങ്ങളെ ജയിക്കാതെ പല സുഖങ്ങളും കാക്ഷിച്ചും സ്ത്രീ സുഖത്തിൽ വളരെ ആസക്തിയോടും കൂടിയും ആഗ്രഹ നിവൃത്തിക്കായി മറ്റു പ്രാണികളെ ഉപദ്രവിക്കുന്നവരുമായിരുന്നാൽ അവരുടെ സ്ഥിതി പറയണ്ട, മഹാകഷ്ടം തന്നെ. പശൂനവിധിനാലഭ്യ പ്രേതഭൂതഗണാൻ യജൻ നരകാനവശോ ജന്തു ഗത്വായാത്യുൽപണം തമ. അവര് ക്രമവും വിധിയൊന്നും കൂടാതെ ആഗ്രഹം സാധിക്കാൻ മൃഗങ്ങളെ കൊന്ന് ഭൂതപ്രേതാദികളെ പൂജിച്ച് ആ പാപകർമ്മങ്ങൾക്ക് കീഴടങ്ങി അതികഠിന ദുഃഖം അനുഭവിക്കാനുള്ള സ്ഥാനമായ നരകത്തെ പ്രാപിക്കുന്നു. പിന്നെ മൂഢയോനികളിലോ സ്ഥാവരാദി വർഗത്തിലോ ജനിച്ച് മഹാമൂഢാവസ്ഥയിൽ അകപ്പെടുന്നു. കർമാണി ദുഃഖോദർക്കാണി കുറുവൻ ദേഹേന തൈ പുനഃ ദേഹമാഭജതേ തത്ര കിം സുഖം അർത്ഥധർമ്മിണ. ഇങ്ങനെ ഉപരി ദുഃഖത്തെ വർദ്ധിപ്പിക്കുന്ന കർമ്മങ്ങൾ പിന്നെയും ഈ മൂഢന്മാര് നടത്തുകയും വീണ്ടും മരിക്കുകയും ചെയ്ത് ചുറ്റിത്തിരിയുന്നു. ഇങ്ങനെ ജനിച്ചു മരിക്കുന്നവന് എന്തൊരു സുഖാണുള്ളത്. ലോകാനാം ലോകപാലാനാം മദ്ഭയം കൽപ്പജീവിനാം ബ്രഹ്മണോ വിഭയം മത്തോ
ദിവരാർത്ഥപരായുഷ. ഇങ്ങനെ സകല ലോകങ്ങൾക്കും ലോകപാലന്മാർക്കും കാലസ്വരൂപനായ എന്നിൽ നിന്ന് ഭയമുണ്ട്. കൽപ്പകാലം വരെ മാത്രമേ അവർക്ക് ഇരിപ്പുള്ളൂ. ദിവരാർത്ഥകാലം കഴിഞ്ഞാൽ ബ്രഹ്മാവിനും നാശമുണ്ട്. ദിവരാർത്ഥം എന്നത് സംഖ്യാനിർണയം ചെയ്യാൻ കഴിയാത്ത ഒരു വലിയ തുകയാണ്. ഇത് മഹാനായ കാലസ്വരൂപിനെ അപേക്ഷിച്ച് വളരെ കൃശം തന്നെ. ഇങ്ങനെയുള്ള എത്ര പരാർത്ഥങ്ങൾ കാലാത്മാവിൽ കിടക്കുന്നു. ബ്രഹ്മാവിന്റെ ആയുസ് വലുതാണെന്ന് നമുക്ക് തോന്നാമെങ്കിലും ബ്രഹ്മാവിന് അത് ചെറുതാണ്. കാലത്തിന്റെ ദൈർഘ്യവും ചുരുക്കവും കൊണ്ട് നാശഭീതിക്ക് വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് പ്രവൃത്തി മാർഗം സർവഥാ ദുഃഖസ്ഥാനം തന്നെ എന്ന് ഈ വിഷയം ഉപസംഹരിച്ചിരിക്കുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.